അനാമികയുടെയും അനിയുടെയും കല്യാണക്കുറി അടിക്കുന്നുണ്ട്. അപ്പോൾ അത് അമ്പലത്തിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറിയൊക്കെ കൊണ്ടുവന്ന ശേഷം മുത്തശ്ശി പറയാണ്, നമ്മളുടെ കുടുംബ ക്ഷേത്രത്തിൽ നിന്നുള്ള ഭസ്മമുണ്ട്, അത് തൊട്ടിട്ട് ഈ ഒരു കല്യാണക്കുറി വെച്ച് പൂജിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനെല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. അനാമികയുടെ വീട്ടുകാരും ഇവരും എല്ലാം വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജലജയും അബിയും പതിവ് പോലെ തന്നെ ഒരു പ്ലാനിങ് ഒപ്പിച്ചിരിക്കുകയാണ്. ജലജ പറയുന്നുണ്ട്, ഞാനതിലൊരു സൂത്രം ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം അതിലെന്ത് സൂത്രം അമ്മ ഒപ്പിച്ചതെന്ന് ചോദിക്കും. ഈ കല്യാണം എന്തുകൊണ്ടും നടക്കാൻ പാടില്ലടാ, അവർ ഭയങ്കര കാശുകാരാ, നിനക്ക് കിട്ടാതെ ബന്ധമൊന്നും അങ്ങനെ എനിക്കിപ്പോൾ കിട്ടണ്ട, അങ്ങനെ എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജാനകിയുടെ മുഖം കൂടി എനിക്ക് കാണേണ്ടി വരും, അതുകൊണ്ട് അതൊരിക്കലും നടക്കാൻ പാടില്ല. അവനും ഏതെങ്കിലും ഒരു കാശില്ലാത്ത കുടുംബത്തിലെ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വരണം, എൻ്റെ ആഗ്രഹം അതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജയോട് അഭി ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട കല്യാണം മുടക്കാൻ, ഇത്രത്തോളം എത്തിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ വഴിയുണ്ട് എന്ന് പറയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ടോ നയനയും പുറത്താകാൻ പോകുന്നത്, ഇത് പറിച്ചുള്ളവിൽ നടക്കുമോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇനി നടക്കോടാ നീ കണ്ടോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അമ്മ ഇത് കണ്ടോ നീ സാധനം ചോദിക്കുമ്പോൾ ഇത് എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. ഇത് ഭസ്മം പോലുള്ളൊരു പൊടിയാ, സംഭവം എന്താണെന്നറിയാമോ, തീ 7 അയലോക്കത്തോടെ പോയാൽ മതി, ഈ ഒരു ഇതിലേക്ക് വന്ന് ആഞ്ഞു പിടിച്ച് ബോംബ് പൊട്ടിത്തെറിക്കുന്നതിൽ പെട്ടെന്ന് ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അയ്യോ അമ്മയെന്ന് പറയുമ്പം ഇല്ലടാ അത്രയ്ക്ക് ഇല്ലൊന്നുമില്ല, പെട്ടെന്ന് ആഞ്ഞൊരു തീ അങ്ങോട്ട് പിടിക്കും അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇതെന്തിനാ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ആവശ്യമുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ആ കല്യാണക്കുറി അവൾ എടുക്കുന്നുണ്ട്. കല്യാണക്കുറി ശരിക്കും ആ ഒരു പൂജാമുറിൽ തന്നെ അവളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കല്യാണക്കുറിയുടെ പുറത്ത് മൊത്തം ഇങ്ങനെ ആ ഒരു ഭസ്മം പോലത്തെ ആ ഒരു പൊടി ഇങ്ങനെ തേച്ച് വെക്കുന്നുണ്ട്. അത് കരിമരുന്ന് പോലുള്ള എന്തോ ഒരു പൊടിയാണ്, അതിങ്ങനെ തേച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു ഇത് കണ്ടാൽ, അതായത് തീ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാടി ആ പേപ്പറിൽ അങ്ങനെ തീ കയറി പിടിക്കും, അതാണ് സംഭവം. അപ്പോഴേക്കും അഭി പറയണത് ഇത് അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ ഒപ്പിച്ചു, ഇതിൻ്റെ വില നിനക്ക് എത്രയെന്നറിയാവോ, ഇവിടെ ഒരു വിധത്തിൽ ഇവിടെ എത്തിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നടന്നാൽ മതിയായിരുന്നു പറയുമ്പോൾ അതൊക്കെ നടക്കുവിടാ, മിക്കവാറും ഇവിടെ നയന തന്നെയായിരിക്കും പൂജിക്കാൻ പോകുന്നത്. ഈ സമയത്ത് അവൾ വിളക്ക് കൊളുത്തി പൂജിക്കുമല്ലോ, അപ്പം നമുക്ക് കാണാം പറ്റിയാൽ അവൾക്കും എന്തെങ്കിലും പറ്റും, ഇത്രയും ചെറിയ പേപ്പറിൽ നിന്ന് അതൊക്കെ പറ്റുമെന്ന് ചോദിക്കും, അതൊക്കെ നമുക്ക് നോക്കാടാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പൂജകളൊക്കെ ആരംഭിക്കുന്നുണ്ട്. രാവിലെ നയന തന്നെ മണിയൊക്കെ ഇങ്ങനെ കൊട്ടിക്കൊണ്ട് അവിടുന്ന് പൂജ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല നീ ആ മുറിയിൽ നിന്നുള്ള അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ഭസ്മമൊക്കെ എടുത്തോന്ന് ചോദിക്കുമ്പം ഇല്ല മുത്തശ്ശി ഞാൻ എടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ജലജ പറയണ, എടുത്തില്ലേ, നിന്നോട് ഞാൻ വന്ന് പറഞ്ഞതല്ലേ അത് എടുത്തു വെക്കണം, നേരത്തെ ചെയ്യേണ്ട കാര്യമല്ലേ അതൊക്കെ, മുത്തശ്ശി നീ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പം എന്താ അപ്പച്ചി പറഞ്ഞത്, അപ്പച്ചിനോട് എപ്പോഴാണ് പറഞ്ഞേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഒരിക്കലും മറക്കില്ല, ഞാൻ ആ സെക്കൻഡിനെ എടുത്ത് വെച്ചിട്ട് മാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇല്ല നീ മറന്നതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ എടുക്കാതിരിക്കും, ഞാൻ വന്നല്ലേ നിന്നോട് പറഞ്ഞത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലുള്ള ഭസ്മാണ്, അത് എടുത്തു വെക്കണം, അത് വെച്ച് വേണം പൂജിക്കാനെന്നൊക്കെ എൻ്റെ അമ്മേ ഇവൾ മനഃപൂർവ്വം കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഓർന്നൊക്കെ ചെയ്യുന്നതാണ്. അപ്പോഴേക്കും നയനെ കാര്യം പറയണ, എന്താ അപ്പച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അനിയെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനാ, അവൻ്റെ വിവാഹം മുടക്കാൻ ഞാൻ ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയണ, ജലജ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ എൻ്റെ കയ്യിൽ നീ ശരിക്കും മേടിക്കുവേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇതൊക്കെ അനാമികയുടെ വീട്ടുകാർ കണ്ടുകൊണ്ട് നിൽക്കാൻ കേട്ടോ. അങ്ങനെ നയനയുടെ മുത്തശ്ശി പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, മോള് പോയിട്ട് അതിങ്ങ് എടുത്തോണ്ട് വാ എന്ന് പറയാണ്. അങ്ങനെയുള്ള പൂജാമുറിലേക്ക് പോയിട്ട് അതെടുത്തോണ്ട് ഹാളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഹാളിൽ നേരത്തെ തന്നെ പൂജയ്ക്കായിട്ടുള്ള കാര്യങ്ങളെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഇവള് വിളക്കെടുത്തിട്ട് ഇങ്ങനെ എല്ലാ ദൈവങ്ങളെയും ഇങ്ങനെ ചുറ്റി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവൾ ആ വിളക്ക് കൊണ്ട് ആ കല്യാണക്കുറിയിലേക്കും ഇങ്ങനെ വിളക്ക് കാണിച്ച് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്നായിരിക്കും ആ ഒരു കല്യാണക്കുറിയിലേക്ക് തീ കയറി പിടിക്കുന്നത്. പെട്ടെന്ന് അവളുടെ കയ്യിലേക്കും തീ കയറി പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് അവളിങ്ങനെ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്, കൈ കൊണ്ട് ഇങ്ങനെ തട്ടി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു സാരത്തലപ്പ് കൊണ്ട് ഇങ്ങനെ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അത് പൂർണ്ണമായിട്ടും കാറ്റ് നശിച്ചു പോവാണ് കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ അവളുടെ കയ്യിൽ താഴെ വീണിട്ട് അവളിങ്ങനെ പൊട്ടിക്കരയാണ്. അവൾ അവിടെ ഇരുന്നുകൊണ്ട് പൊട്ടിക്കരയുന്നു. അപ്പോഴേക്കും എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വായിൽ കൈവച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം കല്യാണക്കുറിയാണല്ലോ പൂജിക്കാൻ കൊണ്ടുവന്ന സാധനം കത്തിപ്പോയത്. അങ്ങനെ പല അവസരത്തിലും ഈ അനിയുടെ കല്യാണത്തിന് ഓരോ പൂജക്കിടയിലും ഓരോരോ അനർത്ഥങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജ, എൻ്റെ ഈശ്വര ഇനി എന്തൊക്കെ കാണേണ്ടി വരും, കണ്ടില്ലേ ഞാൻ അന്നേ പറഞ്ഞല്ലേ ഈ കല്യാണം നടത്താൻ പാടില്ലെന്ന്, വന്ന അനർത്ഥം കണ്ടില്ലേ, കല്യാണ കുറിക്ക് വരെ തീ പിടിച്ചത്, അതെങ്ങനെ ഇവളെ ശ്രദ്ധിക്കില്ലല്ലോ, ഇവളെ മനഃപൂർവ്വം ചെയ്തതായിരിക്കും എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, അവൾ എങ്ങനെ മനഃപൂർവ്വം ചെയ്യാനാ, നമ്മളെല്ലാം പൂജിക്കുന്ന പോലെ തന്നെ അവളെ വിളക്കും കൊണ്ട് അതിൻ്റെ അടുത്ത് പോയതല്ലേ ഉള്ളൂ, അപ്പോൾ എങ്ങനെ സംഭവിച്ചത്, പെട്ടെന്ന് തീ ആളി പിടിക്കുകയല്ലായിരുന്നോ. അപ്പോഴേക്കും അവിടുന്ന് അഭി പറയാണ്, മുത്തശ്ശി ആ കല്യാണക്കുറിയിൽ ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് വല്ലതും കാണും, അതായിരിക്കും പെട്ടെന്ന് തീ
കയ്യേറി പിടിച്ചെന്ന് പറയാണ്. എന്തായാലും ഇത് വലിയൊരു ശകനമായി പോയല്ലോ എന്ന് അഭിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമികയ്ക്കും വീട്ടുകാർക്കും വല്ലാതെ ടെൻഷനാകുന്നുണ്ട്. നയനാണെങ്കിൽ അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ. അപ്പോഴേക്കും കനകം വന്നിട്ട് പറയാണ്, മോൾ അങ്ങനെ കരഞ്ഞേ, അതൊക്കെ ഉണ്ടാവും, നല്ലൊരു കാര്യം നടക്കാൻ പോവല്ലേ, അതുകൊണ്ട് പല പല പരീക്ഷണങ്ങളും ഉണ്ടാകും. അനാമിക മോള് അത്രയ്ക്കും പാവമാണ്, അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഓരോന്നും പരീക്ഷിക്കുന്നത്. എല്ലാം പ്രശ്നങ്ങളെ മറികടന്ന് അനിയും അനാമികയും ഒന്നിക്കും, അതിനുള്ള സൂചന ഇതൊക്കെയെന്ന് പറയുമ്പം നമ്മുടെ മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം പറഞ്ഞതാ ശരി. ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും, അതേ ഇവിടെയും സംഭവിച്ചുള്ളൂ. അതുകൊണ്ട് അനാമിക അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ കല്യാണക്കുറി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഓർത്ത് നയന കരയുമ്പം ചെറിയമ്മ പറയാണ്ട്, മോളെ വിഷമിക്കണ്ട, വേറൊരു കല്യാണക്കുറിയും കൂടി അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, പൂജിക്കാൻ വെച്ചത്, അത് മോളത്ത് പൂജിച്ചോ എന്ന് പറഞ്ഞിട്ട് അടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നയന ആ കല്യാണക്കുറി മനോഹരമായിട്ട് പൂജിച്ച് എല്ലാവരും കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അനിയുടെ അനാമികനെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവർ ആ കല്യാണക്കുറി ആദ്യം മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോഴേക്കും അഭി പറയാണ്, കണ്ടില്ലേമേ, അവൾക്കൊരു കുഴപ്പമില്ല, അവൾ ഇപ്പോൾ കല്യാണക്കുറി പോയെങ്കിലും വേറെണ്ണം കൊണ്ടുവന്ന് കണ്ടില്ലേ, എല്ലായിടത്തും നമ്മളിങ്ങനെ തോക്കാനാണല്ലോ വിധിയെന്ന് പറയുന്നുണ്ട്. സാരമില്ലടാ, നമുക്ക് എപ്പോഴും ഒരു അവസരം വീണിട്ടായിരിക്കോ, എല്ലാത്തിനും തീർത്തിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഈ അനന്തപുരി അടക്കി ഭരിച്ചങ്ങ് വാഴണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കല്യാണക്കുറിയൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ട്. ഇതേ സമയത്ത് ആദർശ് വന്നിട്ട് ആ കല്യാണക്കുറിയിൽ ആ പഴയ കല്യാണക്കുറിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പീസ് കിട്ടും. അങ്ങനെ അവനിങ്ങനെ അത് എടുത്തിങ്ങനെ നോക്കുമ്പോഴേക്കും അതിന് പുറത്ത് എന്നൊരു പൗഡർ പോലെ അവൻ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനതിങ്ങനെ വടിച്ചതിൻ്റെ കയ്യിൽ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്, മണത്തൊക്കെ നോക്കുന്നുണ്ട്. ഇത് മണത്തിട്ട് എന്തോ ഒരു കരിമരുന്ന് പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ ആദർശ് ഇങ്ങനെ സ്മെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഇത് കാണുന്ന ജലജയും അഭിയും ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇനി ഇതും കൊണ്ടങ്ങാണ് ഫോറൻസിക് ലാബിലേക്ക് വല്ലതും പോവോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ജലജ. അപ്പോഴേക്കും അഭി അറിയില്ല, ചേട്ടൻ്റെ കാര്യമില്ലേ എന്ന് പറയാണ്. പെട്ടെന്ന് കത്തിപ്പിടിച്ചുകൊണ്ട് തോന്നിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ കൈകൊണ്ട് തട്ടിക്കൊടഞ്ഞിട്ട് അവിടെ നിന്ന് കയറി പോകുന്നുണ്ട്. നയന അടുക്കളയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് കരയുമായിരിക്കും. അപ്പോഴേക്കും ജാനകി വരുമ്പോഴും ജാനകി ചെറിയമ്മനെ കെട്ടിപ്പിടിച്ച് പറയാണ്, സോറി ചെറിയമ്മേ, സത്യം ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ എനിക്കറിയത്തില്ല എൻ്റെ മോളെ, അതൊന്നും വിഷയമില്ല, മുത്തശ്ശി പറഞ്ഞാലേ അതൊക്കെ ഈശ്വരൻ്റെ ഓരോ കളികളല്ലേ, അതൊന്നും എൻ്റെ മോളെ പതറരുത്, ധൈര്യമായിട്ട് തന്നെ നിൽക്കണം എന്നും പറഞ്ഞിട്ട് ചെറിയമ്മയും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയമ്മ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ അവൾ വളരെ സമാധാനത്തോടുകൂടി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ കല്യാണക്കുറിയുമായിട്ട് ഇവർ കനകത്തിൻ്റെ വീട്ടിലേക്കും പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു പേപ്പറിൽ നിന്നും ആ തീ അവളുടെ കയ്യിലേക്ക് പിടിച്ചായിരുന്നല്ലോ. അങ്ങനെ അവളുടെ കൈയൊന്ന് പൊള്ളിയിട്ടുണ്ട്, ഇടത്തെ കൈകളുടെ പൊള്ളി ഇരിക്കുകയാണ്. രണ്ട് കൈയും കുറച്ച് ഇങ്ങനെ നടുക്ക് വശത്ത് ഉള്ളം കയ്യിൽ കുറച്ച് പൊള്ളുന്നുണ്ട്. അപ്പോൾ അതെന്താണ് സംഭവം, അതിൻ്റെ ഒരു ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഡെയിലി ആയിട്ടുള്ള റിവ്യൂസും സ്റ്റോറീസും വരാനിരിക്കുന്ന സ്റ്റോറീസിൽ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവരും ഫേക്കാണെന്നൊക്കെ പറയുന്ന ഒരു കാര്യം, ഇത് ഫേക്കല്ല, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോസൊക്കെ തമിഴ്, തെലുങ്ക്, ഹിന്ദി വേർഷനൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് എടുക്കുന്നത്. അപ്പം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.